സർ, ഈ യുദ്ധത്തിൽ ടർക്കിയുടെ റോൾ എന്താണ്? അപ്പൊ ഈ യുദ്ധത്തിൽ ടർക്കിയുടെ റോൾ അറിയുന്നതിന് മുമ്പേ ടർക്കിക്ക് മിഡിൽ ഈസ്റ്റിൽ ബേസിക്കലി എന്താണ് റോൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ടർക്കിയുടെ ശരിക്കുള്ള ആഗ്രഹം ഓട്ടോമൻ എംപയറിന്റെ ഗ്ലോറിയിലേക്ക് തിരിച്ചെത്തുക. കാരണം നിങ്ങൾക്കറിയാം, മുസ്ലിം വേൾഡിലെ ലാസ്റ്റ് ഒഫീഷ്യൽ കാലിഫേറ്റ് അത് ഓട്ടോമൻ കാലിഫേറ്റ് ആവും. അപ്പൊ ആ പ്രതാപത്തിലേക്ക് തിരിച്ചെത്താനാണ് എർദോഗൻ ശ്രമിക്കുന്നത്. അപ്പൊ എർദോഗൻ നോക്കിക്കഴിഞ്ഞാൽ സൗദി അറേബ്യ ശരിക്കും മുസ്ലിം വേൾഡിന്റെ ലീഡർ ആവേണ്ട ആളല്ല, അമേരിക്കയുടെ ഒരു പപ്പറ്റ് ആണെന്നുള്ള ഒരു ഐഡിയ ടർക്കിക്കുണ്ട്. ടർക്കി നാറ്റോയുടെ മെമ്പർ കൂടെയാണ്. ടർക്കിക്ക് ആരുമായിട്ടും ക്ലാഷ് ഉണ്ട്, ഇസ്രായേലുമായിട്ടും ക്ലാഷ് ഉണ്ട്. എക്സ്പെഷ്യലി സിറിയയിൽ ഇസ്രായേലിന്റെ ഇൻട്രസ്റ്റും ടർക്കിയുടെ ഇൻട്രസ്റ്റും ഓപ്പോസിറ്റ് ദിശകളിലാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിലെ പല ഒഫീഷ്യൽസ് ഇൻക്ലൂഡിങ് പ്രൈം മിനിസ്റ്റർ നെതന്യാഹു ടർക്കി ഒരു ത്രെട്ടാണ്, ഞങ്ങളുടെ അടുത്ത കോൺസെൻട്രേഷൻ ടർക്കിയിലായിരിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. ഇതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. USA ഒരു ഫേമസ് ഒഫീഷ്യൽ, അതായത് ഏറ്റവും വലിയ ചുമതല വഹിച്ചിരുന്ന അവരുടെ കൗണ്ടർ ഇന്റലിജൻസിന്റെ ഹെഡായിരുന്ന ജോ കെന്റ് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ അദ്ദേഹം എന്താ പറയുന്നിരിക്കുന്നത്? അടുത്ത യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രായേലും കൂടെ ടർക്കിയെ അടിക്കുമെന്നാണ്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ്. അപ്പൊ ജോ കെന്റ് പറയുന്നത് എന്താ? എത്രയും പെട്ടെന്ന് അമേരിക്ക നാറ്റോയിൽ നിന്ന് പിൻവാങ്ങും. കാരണം ട്രംപിന്റെ ഒരു സ്വഭാവം നിങ്ങൾ ശ്രദ്ധിച്ചേ, നാറ്റോയെ കുറ്റപ്പെടുത്തുന്നു, നാറ്റോ ഡിഫൻസിൽ സ്പെൻഡ് ചെയ്യുന്നില്ല, ഹൊർമൂസിൽ നാറ്റോ കോപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പം ടർക്കിയെ എങ്ങനെങ്കിലും നാറ്റോയിൽ നിന്ന് പുറത്താക്കാൻ ആദ്യം US ശ്രമിക്കും. അത് നടന്നില്ലെങ്കിൽ US തന്നെ എന്ത് ചെയ്യും? നാറ്റോയിൽ നിന്ന് ചിലപ്പോൾ എക്സിറ്റ് ചെയ്യും. അതിനുശേഷം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ടർക്കിയെ അറ്റാക്ക് ചെയ്യും. ഇതിനുള്ളൊരു മുന്നൊരുക്കങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുപോകുന്നത്. ഓൾറെഡി ഇസ്രായേലിന്റെ വലിയൊരു സ്പൈ റാക്കറ്റിനെ ടർക്കി ബേസ്റ്റ് ചെയ്തിരുന്നു. അതും ഇസ്രായേലിന് ടർക്കിയോടെ ചൊടിച്ചിലുണ്ടാവാനുള്ള ഒരു കാരണമാണ്. സോ ഫ്യൂച്ചർ ഇസ് ഗോയിങ് ടു ബി ടർക്കി വേഴ്സസ് ഇസ്രായേൽ ആൻഡ് അമേരിക്ക. സർ, ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധത്തിൽ GCC രാജ്യങ്ങളുടെ നിലപാട് എന്താണ്? നമ്മൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്, GCC രാജ്യങ്ങളും ഇറാനും തമ്മിൽ പലവിധ പ്രശ്നങ്ങളുണ്ട്. അതിൽ നമുക്കെല്ലാം അറിയാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തിയോളജിക്കൽ ഡിഫറൻസസ്. അതായത് ഇറാൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഷിയ കൺട്രി. അതേസമയം GCC രാജ്യങ്ങളിൽ ഭൂരിപക്ഷം എന്താണ്? സുന്നി രാജ്യങ്ങൾ. അപ്പോൾ അവരുടെ ഐഡിയോളജി ബേസിൽ തന്നെ ക്ലാഷ് ഉണ്ട്. പക്ഷേ ബേസിക്കലി ഇവർ തമ്മിലുള്ള പ്രശ്നം തിയോളജിക്കലേക്കടി ഉപരി ഇറ്റ് ഇസ് അബൌട്ട് പവർ ഇൻ ദ മിഡിൽ ഈസ്റ്റ്. അപ്പം ഓബ്വിയസ്ലി സൗദി അറേബ്യയുടെ ആഗ്രഹം എന്താ? മുസ്ലിം വേൾഡിന്റെ ഇൻഫോർമൽ ആയിട്ടുള്ള ഹെഡായിട്ടിരിക്കുക, മക്ക മദീന അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇറാന്റെ ആഗ്രഹമോ? ഞങ്ങളായിരിക്കണം ഇസ്ലാമിക് വേൾഡിന്റെ ഹെഡ്. സോ ദർ ഇസ് എ പവർ ക്ലാഷ്. രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ 1979 ഇറാനിയൻ റെവല്യൂഷൻ നടക്കുന്നു. അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റിനെ ആൾക്കാരും ക്ലറിക്സോട് ചേർത്ത് മറിച്ചിടുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ കാണുന്ന IRGC ഒക്കെ ഫോം ചെയ്തത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ GCC രാജ്യങ്ങളൊക്കെ ഒരു ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ഗവൺമെന്റ്സ് ഒന്നും അല്ല, അത് മൊണാർക്കീസ് ആണ്. അപ്പൊ അവിടുത്തെ രാജാക്കന്മാരുടെ ബേസിക് പേടി എന്താണ്? ഇറാനിലുള്ള റെവല്യൂഷണറി സ്പിരിറ്റ് GCCയിലേക്ക് സ്പിൽ ഓവർ ചെയ്യുകയും അവിടെയുള്ള രാജാക്കന്മാർക്ക് റൂളിംഗ് നഷ്ടപ്പെടുമെന്നുള്ളതാണ് ഇവരുടെ പേടി. ഇറാനെ രണ്ട് രീതി പേടിയുണ്ട്. ഒന്ന് തിയോളജിക്കലി, പിന്നെ സെക്കൻഡ്ലി അവിടെ ഒരു റെവല്യൂഷൻ വന്നാൽ ഇറാൻ ഈ റെവല്യൂഷണറീസിനെ സപ്പോർട്ട് ചെയ്യുകയും അവിടെ അധികാരമാറ്റം ഉണ്ടാവുകയും എന്നുള്ള പേടി എപ്പോഴും GCC രാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് ട്രംപിനെ യുദ്ധത്തിലേക്ക് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? UAEയും സൗദി അറേബ്യയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് സ്വയം ഇവരുടെ കേപ്പബിലിറ്റി മനസ്സിലാവുന്നില്ലെന്നുള്ളതാണ്. കാരണം നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ഇറാനിൽ നിന്ന് വരുന്ന എല്ലാ ഡ്രോണുകളും എല്ലാ മിസൈൽസും അമേരിക്കയ്ക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഇന്റർസെപ്റ്റ് ചെയ്താലും അതിന്റെ കോസ്റ്റ് വളരെ കൂടുതൽ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സപ്പോസ് ഇതൊരു ഫുൾ ബ്ലോൺ വാർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ തുരുതുര എന്ന് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും GCC രാജ്യങ്ങളിലേക്ക് അയക്കും. അപ്പൊ രണ്ട് രീതിയിലാണ് GCC ഇത് ബാധിക്കാൻ പോകുന്നത്. ഒന്ന്, അവരുടെ ഓയിൽ ഫെസിലിറ്റീസ് എല്ലാം തകർന്നു കഴിഞ്ഞാൽ അവർക്ക് സോഴ്സ് ഓഫ് റവന്യൂ കുറയും. രണ്ട്, ഈ GCC രാജ്യങ്ങളിൽ പലതും കുടിവെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് ഡീസാലിനൈസേഷൻ പ്ലാന്റുകളാണ്. ഈ പ്ലാന്റ് നശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ കപ്പാസിറ്റി നശിച്ചു കഴിഞ്ഞാൽ GCCയിൽ കുടിവെള്ളം ഉണ്ടാവില്ല. മൂന്നാമത് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഇപ്പം നിൽക്കുന്ന പീരീഡാണ് കറണ്ട് പീരീഡ്. ഇത് ചൂട് കാലമാണ്. ഈ ചൂട് കാലത്ത് അറേബ്യൻ പെനിൻസുലയിൽ കൂളിംഗ് ഇല്ലാതെ ജീവിക്കൽ ഒട്ടും പോസിബിൾ അല്ല. അപ്പൊ ഇപ്പോൾ ഒരു വലിയ ഫുൾ സ്കെയിൽ വാർ നടന്നു കഴിഞ്ഞാൽ ഇവരുടെ ഇലക്ട്രിക് ഗ്രിഡ്സിനെ ഇറാൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അധികം സമയമൊന്നും ഇല്ലാതെ ആൾക്കാർക്ക് അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഇതൊരു 2-3 ദിവസത്തെ എസ്കലേഷൻ കൊണ്ട് ഇത് സംഭവിക്കാം. അതേസമയം ഇറാന്റെ കേസ് അങ്ങനെയല്ല. ഇറാനിൽ ഈ അറേബ്യൻ പെനിൻസുലയുടെ അത്രയും ചൂടില്ല. പിന്നെ ഇറാൻ മൗണ്ടൻസ് ഉള്ള സ്ഥലമാണ്. അവിടെ ചില സ്ഥലങ്ങളിൽ തണുപ്പുമുണ്ട്. ഇറാൻ ഒരു ഫോർട്രസ് പോലെ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇപ്പോൾ ഒരു ഫുൾ സ്കെയിൽ വാർ വന്നു കഴിഞ്ഞാൽ
GCCക്ക് അത് പ്രതിരോധിക്കാൻ ഒരു മാർഗം ഞാൻ കാണുന്നില്ല. ഇനി അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, റെഡ് സീ വഴി ഈസ്റ്റേൺ ടെർമിനലിൽ കൂടെ പൈപ്പ് ലൈൻ വഴി കുറേയൊക്കെ ഗ്യാസോ ഓയിലോ ഒക്കെ വിൽക്കാം. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. ആ സ്ഥലങ്ങൾക്കും ഇറാന്റെ അറ്റാക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ റെഡ് സീ വഴി കുറെ എണ്ണയൊക്കെ കടത്തിവിടാൻ ശ്രമിച്ചാൽ റെഡ് സീയിലും ബാബൽ മാന്തേബിൽ വെച്ചിട്ട് ഹൂതികൾക്ക് ഇവരുടെ മൂവ്മെന്റ് ബ്ലോക്ക് ചെയ്യാം. അപ്പൊ GCC ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ട്രാപ്ഡ് ഇൻ ബിറ്റ്വീൻ ദ വാർ ബിറ്റ്വീൻ USA ആൻഡ് ഇറാൻ. സർ, അതിശക്തരായ ചൈനയും റഷ്യയും ഇതൊക്കെ നടക്കുമ്പോൾ വെറുതെ ഇരിക്കുമോ? എന്തായിരിക്കും അവർക്കിതിൽ ഉള്ള അജണ്ട? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ US-ന്റെ ഹെജിമോണിക് പവർ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞ് US-നെ കുറേയൊക്കെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പവേഴ്സാണുള്ളത്. ഒന്ന് റഷ്യയും ഒന്ന് ചൈനയും. ആദ്യം ചൈനയുടെ റോള് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഞാൻ ഈ യുദ്ധം തുടങ്ങിയപ്പോഴേ പറയുകയുണ്ടായി, ഈ യുദ്ധത്തിൽ ഒരു ഒബ്ജക്റ്റീവ് ചൈനയെ തളർത്തുക എന്നുകൂടിയാണ്. കാരണം എന്താണ്? ഇറാന്റെ കയ്യിൽ നിന്ന് വലിയ എമൗണ്ട് ഓഫ് ഓയിൽ മേടിക്കുന്ന ഒരു രാജ്യം ചൈനയാണ്. ഇറാന്റെ എക്സ്പോർട്സിന്റെ 80 തൊട്ട് 90% വരെ ഓയിൽ പർച്ചേസ് ചെയ്യുന്നത് ചൈന മാത്രമാണ്. ഇനി ചൈനയുടെ ഡിപ്പെൻഡൻസി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ ഡിപ്പെൻഡൻസിയുടെ ഒരു 15 തൊട്ട് 20% ഓയിൽ അത് ഇറാന്റെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത്. അതുപോലെ തന്നെ ചൈന വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഇറാനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ചോക്ക് ഔട്ട് ആകുമ്പോൾ ചൈനയ്ക്ക് ഓയിൽ റിസർവ്സിന്റെ കാര്യത്തിൽ ചെറുതായിട്ട് അടി കിട്ടും. പിന്നെ അമേരിക്കയുടെ ഡോളറിനെ റിപ്ലേസ് ചെയ്യാനും ചൈന ശ്രമിക്കുന്നുണ്ട്. അതിനെതിരെയും ഇതൊരു കൗണ്ടർ ആക്ഷൻ ആയിട്ട് മാറും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോളറിനെ സ്ട്രെങ്തൻ ആക്കാൻ ഈ ഒരു വാർ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്, ചൈന എങ്ങനെയാണ് ഇറാനെ സഹായിക്കുന്നതെന്നുള്ളത്. തുടക്കത്തിൽ നമ്മൾ കണ്ടു, അമേരിക്കയുടെ F-16 ജെറ്റ്സ് ആണെങ്കിലും F-35 ആണെങ്കിലും ഇറാനിൽ കയറി വളരെ വലിയൊരു ഓപ്പറേഷൻ നടത്തി ഇറാൻ തവിട് പൊടിയാക്കി. അപ്പോഴും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്, ഇറാന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് HQ-9 പോലുള്ള ചൈനീസ് എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ഒന്നും മര്യാദയ്ക്ക് വർക്ക് ചെയ്തില്ല. അപ്പോൾ അന്ന് അനലിസ്റ്റുകൾ പറയുന്നത് ചൈനയുടെ ഡിഫൻസ് സിസ്റ്റംസും ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും വളരെയധികം ലോ ക്വാളിറ്റിയാണ്. പക്ഷെ മുമ്പോട്ട് പോകുമ്പോൾ ചൈനയുടെ റോള് കുറച്ചുകൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒന്നാമത്, അമേരിക്കൻ ജെറ്റ്സിൻ്റെയും എയർബേസിൻ്റെയും ലൊക്കേഷൻ ഇറാന് കൊടുക്കുന്നത് ചൈനയാണെന്നുള്ള ഒരു തിയറി ഉണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം നടക്കുമ്പോൾ മിസാർ വിഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി ബേസ്ഡ് ഇൻ ചൈന, ഇത് അമേരിക്കൻ ബേസിസിന്റെ ഹൈ ക്ലാരിറ്റിയുള്ള സപ്പോർട്ടുള്ള മെസ്സേജസ് അതുപോലെ പിക്ചേഴ്സ് പുറത്തോട്ട് വിടുകയാണ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എന്ത് മനസ്സിലാകാം? മിസാർ വിഷന് ഈ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ചൈന തന്നെയാണ്. ചൈനയുടെ ഇജിൻ സാറ്റലൈറ്റ് സീരീസ് വെച്ചിട്ടാണ് ഇവർ ഈ പിക്ചേഴ്സ് ജനറേറ്റ് ചെയ്തത്. അപ്പോൾ അമേരിക്കയുടെ ബേസിസിന്റെ ലൊക്കേഷനുകൾ, റഡാറുകളുടെ ലൊക്കേഷനുകൾ, ഇതെല്ലാം ഇറാന് കൊടുക്കുന്നത് ആരാണ്? ചൈനയാണ്. അതുപോലെ ചിലർ പറയുന്നുണ്ട് ചൈനയുടെ ഒരു മിസൈലുണ്ട് YJ-12 എന്ന് പറയുന്ന മിസൈൽ. ഇതിനെ എയർക്രാഫ്റ്റ് കാരിയർ കില്ലർ എന്ന് പറയുന്നത്. അവിടെ DF സീരീസിൽ വരുന്ന മിസൈലുകൾ വരുന്നുണ്ട്. ഈ മിസൈലുകൾ ഇറാന് ചൈന കൊടുത്തോ എന്ന് ചിലർ സംശയിക്കുന്നുണ്ട്. ഇനി ലേറ്റസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ IRGC ചൈനയുടെ ഒരു പ്രൈവറ്റ് സാറ്റലൈറ്റ് പർച്ചേസ് ചെയ്തു എന്നുള്ള ന്യൂസ് വരുന്നു. അതായത് എന്താണ് ചൈന ചെയ്യുന്നത്? സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യും, അത് എയറിൽ എത്തിക്കും, അത് ഫങ്ഷണൽ ആക്കും, അതിനുശേഷം അത് മറച്ചു വയ്ക്കും. അപ്പോൾ ചിലർ പറയുന്നത് അവരുടെ TE സീരീസിൽ വരുന്ന ഒരു സാറ്റലൈറ്റ് ഇത് IRGC മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? ലൊക്കേഷൻ സർവീസുകൾ, അത് മിസാർ വിഷന്റെ ഇജിൻ കോൺസ്റ്റലേഷൻ വഴിയാണെങ്കിലും, അത് ഞാൻ നേരത്തെ പറഞ്ഞ IRGC കൺട്രോൾ ചെയ്യുന്ന ചൈനീസ് സാറ്റലൈറ്റ് വഴിയാണെങ്കിലും, അവരുടെ ബീഡു നാവിഗേഷൻ സിസ്റ്റം വഴിയാണെങ്കിലും ഇറാന് ചൈന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മിസൈൽസിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ മൈൻസിന്റെ കേസിലും ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം? ചൈന സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. കാരണം ഇവരുടെ കയ്യിൽ സ്പെഷ്യലൈസ്ഡ് മൈൻസ് ഉണ്ട്. ഈ മൈൻസ് നിങ്ങൾ വെള്ളത്തിന്റെ അടിയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിന്റെ മുകളിൽ കൂടെ ഒരു ഷിപ്പ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഷൂട്ട്സ് അപ്പ്. അപ്പം അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് മൈനുകളും ചൈന പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ചൈനയുടെ റോള്. പക്ഷേ ചൈനയ്ക്ക് അമേരിക്കയുടെ എതിരെ ചില ലീവേഴ്സ് ഉണ്ട്. വേറെ ഒന്നുമല്ല, ഇപ്പൊ സപ്പോസ് വളരെയധികം ചൈനയെ അമേരിക്ക ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ ചൈന ചെയ്യാൻ പോകുന്നത് എന്താ? ചൈനയുടെ കയ്യിൽ അമേരിക്കൻ ട്രഷറി ബോണ്ടുകളുണ്ട്. ഈ ബോണ്ടുകൾ ചൈന വിറ്റഴിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളറിന്റെ വില കുറയും. അത് അമേരിക്കയെ ബാധിക്കും. രണ്ട്, അമേരിക്കയ്ക്ക് യുദ്ധം നടത്തണം, അവർ എയർക്രാഫ്റ്റുകൾ ഉണ്ടാക്കണം, മിസൈൽസ് ഉണ്ടാക്കണം, പല കാര്യങ്ങളും ഉണ്ടാക്കണം. ഇതിനെന്ത് വേണം? റെയർ എർത്ത് മിനറൽസ് വേണം. റെയർ എർത്ത് മിനറൽസിന്റെ ഒരു 70-80% ആരാ കൺട്രോൾ ചെയ്യുന്നത്? ചൈനയാണ്. അപ്പൊ നേരത്തെ ട്രംപ് 50% താരിഫ് ചൈനയുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചപ്പോൾ ചൈന എന്താ ചെയ്യുന്നത്? റെയർ എർത്ത് തരില്ല എന്ന് പറഞ്ഞു. ഉടനെ ട്രംപിന് മുട്ടും മടക്കേണ്ടി വന്നു. അപ്പൊ ഇന്ത്യക്ക് ഇല്ലാത്ത ചില ലിവറുകൾ ആരുടെ കയ്യിലുണ്ട്? ചൈനയുടെ കയ്യിലുണ്ട്. അവരുടെ കയ്യിൽ റെയർ എർത്ത് ഉണ്ട്, അമേരിക്കൻ ട്രഷറി ബോണ്ട് ഉണ്ട്, പിന്നെ ഓയിൽ തന്നെ അവർ വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആണ് അവരുടെ പോർട്ട്ഫോളിയോ. അവർ ഗൾഫിന്റെ കയ്യിൽ നിന്ന് ഓയിൽ, ഗൾഫ് റീജിയനിൽ നിന്ന് ഓയിൽ മേടിക്കുന്നുണ്ട്,
അതുപോലെ നോർത്ത് അമേരിക്കയിൽ നിന്നും സൗത്ത് അമേരിക്കയിൽ നിന്ന് അവർ ഓയിൽ മേടിക്കുന്നുണ്ട്, അതുപോലെ ആഫ്രിക്കയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നുണ്ട്. അപ്പൊ ചൈനയെ തളർത്താൻ അത്ര പാടായിരിക്കില്ല, ബട്ട് ലെറ്റ്സ് സി.